ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വെറപ്പീസ് ഫാമിലി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിക്കും കുറെ കാലങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തോ ഇന്നിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പില് നമ്മളിങ്ങനെ ആ ചാനൽ തുടങ്ങി. ശരിക്കും നമ്മള് ഈ ബീച്ച് സൈഡായിട്ട് ബീച്ച് ആ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു സെറ്റപ്പിൽ തന്നെ അവരൊരു എക്സ്പീരിയൻസും കടലിലെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളും അത് നമുക്കൊന്നും അറിയണം. കാര്യം ഒരുപാട് പേർക്ക് അറിയില്ല. എന്താന്ന് പറഞ്ഞ് എല്ലാരും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് വിചാരിക്കും ക്രിസ്ത്യൻ ചെന്ന് കടലിൽ മീൻ പിടിക്കുന്നു അങ്ങനത്തെ അവിടുത്തെ ഒരു കഷ്ടപ്പാടുകളൊന്നും ഇവിടെ അറിയില്ല. അപ്പൊ ഇപ്പൊ എന്റെ ഫ്രണ്ട് ഇപ്പൊ അപ്പം അവൻ ചെറുപ്പം മുതല് ഇങ്ങനെ കടലിൽ പണിക്ക് പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുപ്പം മുതൽ എത്ര വയസ്സ് വരെ? ആ, 15 ദിവസം തോന്നി. 15 ദിവസം ആ അപ്പം 15 ദിവസം മുതല് ഇവിടുന്ന് ആൾക്കാര് എന്റെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയ പ്രായത്തിലേക്ക് ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും പണിക്ക് പോകാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇങ്ങനെ ചെറുതിലേക്ക് പപ്പേന്റെ അടുത്ത് ഇങ്ങനെ പണിക്ക് പോകാൻ പറഞ്ഞിട്ട് പപ്പേനെ വിളിച്ച് അടിച്ച് ഈ സ്കൂളിൽ പോകണം പറഞ്ഞു ചോദിക്കും. പക്ഷെ നീ എന്ത് പെട്ടെന്ന് ഇങ്ങനെ കടൽപ്പണി പോയിട്ട് ഇതിനായിട്ട് വരും? ഞാൻ നാട്ടില് പണിക്ക് പോയിട്ട് വന്നു. അപ്പൊ ഞാൻ മീൻ കൊണ്ടുപോയി എനിക്ക് പറയാനും കടലിൽ പണിക്ക് പോകുമ്പോ മീൻ എനിക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നേരെ പഠിക്കുന്നവർ പഠിക്കാൻ പറ്റും. ഞാൻ കടലിൽ പോയിട്ട് കടലിൽ ഉണ്ടല്ലോ ഞാൻ ഏഴാം ക്ലാസ്സിൽ ഞാൻ അറിയിച്ചു കടലിൽ കൊണ്ടുവന്നു. അപ്പ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ട് ദൂരം കൂടെ പോയി അറിയത്തില്ല പോയിട്ട് അപ്പം അപ്പം എങ്ങനെയുണ്ടോ അവരോട് ഇല്ല എങ്ങനെ പോയില്ലേ അങ്ങനെ പോയിട്ട് മൂന്നാല് വണ്ടി കയറി വണ്ടി കയറിയിട്ട് ഇറങ്ങി അവസാനം എല്ലാവർക്കും ഇറങ്ങിയിട്ട് എന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞു. പുറത്ത് നിൽക്കാൻ പറഞ്ഞു. റോട്ടിൽ ചേർന്ന് ബസ് സ്റ്റോപ്പിൽ തന്നെ ഇല്ല ഇല്ല കുറച്ച് ദൂരം. സംഭവം കുറച്ച് നേരം നിന്നിട്ട് അവർ രണ്ടുപേരും ഒരു കടലകത്ത് കയറി പോയി. പോയിട്ട് കുറെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്നു. വന്നിട്ട് ഇനി വണ്ടി കയറി. വണ്ടി കയറി ലാസ്റ്റ് വന്ന് ഇറങ്ങിയത് നമ്മുടെ എന്റെ വീട്ടിൽ. പണിക്ക് പോയില്ലേ നിങ്ങള്? ഇല്ല ഞാൻ ചോദിച്ചു എന്നിട്ടാണ് പണിക്ക് പോകത്ത്. പറഞ്ഞ് കാറ്റുകൊണ്ട് അവന് ഒന്നും വന്നിട്ടാണ് ഞാൻ എനിക്ക് വഴി വെച്ചു കഴിച്ചത്. കഴിച്ചില്ല അത് കഴിക്കാത്തുണ്ട്. ഞാൻ കടലിൽ കൊണ്ടുവന്നല്ലോ കടലിൽ കൊണ്ടുപോകും അങ്ങനെ കൊതിപ്പിച്ച് കടന്നാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായത് സംഭവം രണ്ടുപേർക്ക് കള്ളു കുടിച്ചിട്ട് അടിപൊളി. വേറെ അടി വെച്ചു അവിടെ ചോദിച്ചു കടലിൽ കൊണ്ടുപോകണം. അപ്പൊ അത് പറഞ്ഞ് കൊണ്ടുവന്നു. കൊണ്ടുപോയിട്ട് 7-ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവസാനം ലാസ്റ്റ് പരീക്ഷ ഉണ്ടല്ലോ ലാസ്റ്റ് ഫൈനൽ ലീവ് കിട്ടുമല്ലോ ആ ടൈമില് ഒരു മാസത്തെ ലീവ്. ആ അപ്പൊ അവര് എന്നെ പിന്നെയും കൊണ്ടുപോയി. അത് കഴിഞ്ഞാൽ പപ്പയുടെ ചേട്ടൻ പറയും അയാൾ വളരെ കൊണ്ടുപോയി. ഞാൻ, കൊണ്ടുപോയി. ഞാൻ വിചാരിച്ച് അന്നത്തെ പോലെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് അവർ എന്നെ കൊണ്ടുപോയി കടൽ മൊത്തത്തിൽ നീണ്ട കാര്യം എന്നെ കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് ഫസ്റ്റ് പോയത് ഫസ്റ്റ് പോയി എന്റെ അവിടെ പോയിട്ട് വള്ളത്താക്കി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അലിയാഞ്ചി എന്നിട്ട് പോയി കാപ്പിൽ പോയി. ഇപ്പൊ നീ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ നീ ആദ്യം പണിക്ക് പോയി ഇല്ല ഇല്ലല്ലേ അവര് ഞങ്ങളെ കടണ്ട് വള്ളത്തിന് വിറ്റു. ഓ അങ്ങനെ നമ്മൾ പോയത് വെള്ളത്തിന് വിറ്റില്ലേ? നമ്മൾ നമ്മൾ പോയത് പോകുന്നു അത് സ്റ്റാർട്ടിങ് പോയത് അത് വിറ്റു. വിറ്റിട്ട് ഇപ്പൊ അയാൾ വണ്ടി ഓടിക്കും. നാട്ടിൽ അപ്പൊ നമ്മളിങ്ങനെ ഈ സ്റ്റാർട്ടിങ് ഈ നീണ്ടേറിയിൽ പോയെന്ന് പറഞ്ഞല്ലോ. നീണ്ടേറിയിൽ പോയെന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് നാട്ടിൽ എല്ലാവരും അധികം ഏറ്റവും കൂടുതൽ പോയിരുന്ന നീണ്ടേറിയിലല്ലേ പണിക്ക് പോകുന്നത്? ഇല്ലല്ലേ. അപ്പൊ ഈ സ്റ്റാർട്ടിങ് പണിക്ക് പോകുമ്പം ഈ പിള്ളേരൊക്കെ ഛർദ്ദിക്കുമല്ലേ? ഞാൻ അന്ന് നിങ്ങളൊപ്പം പഠിക്കുന്നപ്പോ ഞാൻ ഒരു ദിവസം ഛർദ്ദിച്ചായിരുന്നു. അപ്പൊ സ്റ്റാർട്ടിങ് ഞാൻ വിചാരിച്ച് ഛർദ്ദിച്ച് അവിടെ കുഴപ്പമുണ്ട് മൊത്തത്തില് ശീലമാവുന്നതല്ലോ. പക്ഷെ ആ ഒരു സീൻ കിട്ടില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെ എന്റെ മൊത്തത്തില് ഇല്ല ഇപ്പൊ അങ്ങനെ തന്നെ. അപ്പൊ നീ വന്ന ടൈമിൽ കാറ്റില്ലായിരുന്നു. കാറ്റും കൂടെ കടൽ അത് കൊണ്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നീ അത്ര ഛർദ്ദിക്കുന്നത്. കാറ്റ് വന്ന അതിനാണ് ഛർദ്ദിച്ചത്. പക്ഷെ ചെറുതായിട്ട് ഞാൻ വന്ന് കര കയറിയതിനു ശേഷം വീണ്ടും നമ്മൾ പോയിരുന്നെങ്കിൽ ആ ഒരു ഛർദ്ദൽ പരിപാടി ഉണ്ടായിരിക്കും. 2 ദിവസം ഉണ്ട്. 2 ദിവസം ഉണ്ട്. 2 വട്ടം വരെ ആ ഒരു ഛർദ്ദൽ ഉണ്ടാവില്ല. ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ 2 ദിവസം ഛർദ്ദലും തലവേദനയും ഉണ്ടായിരിക്കില്ല. എനിക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും. അന്ന് എന്റെ സെയിം സിറ്റുവേഷൻ തന്നെ. അത് എന്തോ ഇത് ഈ കാറ്റ് അലയും കൊണ്ട് മാത്രം തന്നെ ഈ ഛർദ്ദൽ വരുമല്ല. നമ്മള് എന്താ പറയാ അതില് ഈ വെള്ളത്തിനകത്തുള്ള ഈ അന്തരീക്ഷം കൊണ്ടും ആ ഫുഡിന്റെ കൊണ്ടും കടലിന്റെ എല്ലാം പറയാം അത് ഒരാളുടെ ശരീരത്തിനനുസരിച്ച്
എല്ലാ ആൾക്കാരും ഇതുപോലെ കടലിലൊന്നും സർവൈവ് ചെയ്തില്ല. അന്ന് ഞാൻ വന്നപ്പം വെള്ളത്തില് മറ്റേ അങ്ങേര് പറഞ്ഞു, ഇത് എന്റെ മോനും പണിക്ക് വന്നിരുന്നു, പിന്നെ അവൻ ഫുള്ള് ഛർദ്ദിച്ച് ഇതാക്കിയിട്ട് വേറെ വെള്ളത്തിൽ കയറ്റി വിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറയുമ്പോ നമ്മള് കടലിന്റെ അകത്ത് പോയി കഴിയുമ്പോ ഒരു വെള്ളം ഞാനിപ്പോ വന്ന സമയത്ത് ഒരു വെള്ളം നമ്മളെ ചുറ്റി വേറെ വെള്ളമൊന്നും ഇല്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ ഇപ്പൊ ഛർദ്ദിച്ച് കിടന്നെന്ന് വെച്ചു. അപ്പം ഈ ഛർദ്ദിച്ച് കിടക്കുന്ന സമയത്ത് എനിക്ക് വൈകി എനിക്ക് കരയിൽ പോകണം. അപ്പൊ എങ്ങനെ നിങ്ങൾ വേറെ വെള്ളത്തിലേക്ക് വേറെ വെള്ളം തണുത്തില്ലല്ലോ, അപ്പൊ എങ്ങനെ വേറെ കയറ്റി കരയിൽ ആരെങ്കിലും പോകുന്നുണ്ടോ? അപ്പൊ അവർക്ക് ഇങ്ങനെ പോകുമ്പോ അവർക്ക് നഷ്ടമായിട്ട് കഴിഞ്ഞിട്ട് പോകുന്നവർ ഇതുവഴി കേട്ടിട്ടില്ല. അപ്പൊ നമ്മള് എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോ മീനിറക്കിയത് 600 വന്നിട്ട് മണപ്പാണ്. നിങ്ങൾ എപ്പോഴും മണപ്പത്ത് തന്നെ വെക്കുന്നത്? ഇപ്പം മണപ്പത്ത് ആദ്യം കാർവാറ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉണ്ട്, കുറെ സ്ഥലത്ത് കൊടുക്കുന്നു. പോയിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ മീൻ വിൽക്കുമ്പം ഏറ്റവും കൂടുതൽ വിലയും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് അല്ലേ സീസൺ അനുസരിച്ചിട്ട്? ഇപ്പൊ ഒരിടത്തും കിട്ടൂല, സീസൺ പണി കുറവ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പോയപ്പോ മണിയഞ്ച് വിലയായിരുന്നു. പണിയുണ്ടായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാർക്ക് പണിക്ക് പോകുന്നത് പണിയിട്ടുണ്ട്. ഇപ്പം പോയവർക്ക് പറഞ്ഞില്ലല്ലേ? ഈ അപ്പം ഫസ്റ്റ് മുതലേ ഈ പണിക്ക് പോകാന്ന് പറഞ്ഞു നീണ്ടകരയില്ലേ? അത് കഴിഞ്ഞ് നീണ്ടകരയിൽ വള്ളത്തിലാണ് അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം വരെ ബോട്ട് പണിയല്ലേ? ബോട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ബോട്ടിൽ ഇതുപോലെ തന്നെ. ഈ ബോട്ട് എന്ന് പറയുമ്പം എങ്ങനത്തെ ബോട്ടുകളൊക്കെ ഉണ്ട്? അതായത് നമ്മളിപ്പം പുറത്തുനിന്ന് ആൾക്കാരൊന്ന് കാണുമ്പോ എല്ലാം ഓക്കെ, എല്ലാം സെയിം ബോട്ടുകൾ, എല്ലാ ബോട്ടുകളും. അപ്പൊ അവർക്ക് അറിയില്ല എന്തൊക്കെ ബോട്ടുകളാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് അതുവരെ അറിയില്ല ഇങ്ങനെ ബോട്ടുകളുണ്ട്. ഞാൻ വിചാരിച്ചോ എല്ലാവരും ബോട്ടുകൾ എല്ലാം പഠിച്ചു പോകാൻ വിചാരിച്ചു. കാര്യം പുറത്തുനിന്ന് ഇപ്പൊ ഞാൻ പഠിച്ച് നാട്ടിൽ നിന്നല്ല പഠിച്ചു, പുറത്തുനിന്ന് പഠിച്ച് ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ കടലിന്റെ ടീമിലൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പം ഞാൻ ഇങ്ങനെ പുറത്തു കൊള്ളാം കുറെ ബോട്ടുകൾ ഇങ്ങനെ നടക്കുന്നു. ശരിക്കും ഇവരെല്ലാം ഒരേ പണിയല്ലേ ചെയ്യുന്നത്? പണിക്ക് എങ്ങനെ? പണിക്ക് പല രീതിയിലുണ്ട്. ഫിഷിംഗ് ബോട്ടുണ്ട്, മോഡലിംഗ് ബോട്ടുണ്ട്, മട്ട് ബോട്ടുണ്ട്, ക്യാരിങ് ഓടുന്ന ബോട്ടുണ്ട്. അപ്പൊ ഈ ഫിഷിംഗ് ബോട്ട് എന്ന് പറയുമ്പോ അതിന്റെ സെറ്റപ്പ് ഒക്കെ എങ്ങനെ? ഫിഷിംഗ് ബോട്ട് എന്ന് വെച്ചാൽ അടി അടിച്ച് തറയിൽ വലയിട്ട് വലിച്ചിട്ട് പോകും. ഓക്കെ. അപ്പൊ ഇത് വലിച്ചിട്ട് പോകുമ്പോ ഫുള്ള് ചെളിയായിട്ടൊക്കെ കയറില്ലേ? ചെളി പ്രത്യേകിച്ച് കയറും, ശവങ്ങൾ കയറും. ശവം കയറില്ലേ? അപ്പൊ ഇവരെന്ത് ചെയ്തില്ലേ? അവിടെ കിടന്ന് തന്നെ വളഞ്ഞു പോകില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം വേറെ എന്തെന്ന് പറഞ്ഞ് ഇതെല്ലാം ഫിഷിംഗ് അല്ലാണ്ട് നമ്മൾ അഞ്ചിനുണ്ടല്ലോ അടുത്ത് തൂണ്ട പോട്ടില്ലേ? നമ്മളൊന്ന് തിരിച്ചു വന്നപ്പം ഒരു ബോട്ടിന്റെ ബാക്കിൽ നിന്ന് വേറൊരു ബോട്ടിന്റെ സെറ്റപ്പിൽ ബോട്ടിന്റെ സെറ്റപ്പിൽ വേറെ ഒന്നും കെട്ടി വലിച്ചിട്ട് പോയില്ല. അതെന്താണ് സംഭവം? കറക്റ്റ് മടിയല്ലോ. നമ്മള് പണിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടിരുന്ന സമയം ഒരു വൈകിട്ട് ഒരു ബോട്ട് പോയതെന്ന് ശ്രദ്ധിച്ച ഒരു പച്ച കളർ ബോട്ട്, തമിഴ്നാട് വെള്ളം തോന്നുന്നു, ബോട്ടം തോന്നുന്നു. അപ്പൊ അവര് ബാക്കിൽ നിന്ന് ബോട്ടിനെ പോലെ തന്നെ, ബോട്ടല്ല ശരിക്കും ഫ്രണ്ടിൽ നിൽക്കുന്ന പൂർത്തിക്കുമല്ല, ഈ ബോട്ട് കെട്ടിയെടുത്തിട്ട് പോലെ രണ്ട് സൈഡും ഫ്രണ്ടിൽ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ബാക്കിൽ കെട്ടത് കണ്ടാണല്ലോ. ശരി. അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചപ്പോ നീ എന്തോ പറഞ്ഞു, അവരെന്തോ പറഞ്ഞു. എനിക്ക് പക്ഷെ അത് ഓർമ്മയില്ല എന്തായാലും. ഇല്ല ബോട്ട് തന്നെ. ശരിക്കും അന്ന് മറ്റേ ഞാൻ ഛർദ്ദിച്ച് കിടന്ന സമയത്ത് ഒരു ബോട്ട് നീ കാണിച്ചെന്ന് ഓർമ്മയില്ല. ഒരു ബോട്ട് കാറ്റിനുള്ളിലോട്ട് എതിർദിശയിൽ ഓടിപ്പോയപ്പോ കിടന്ന് അടിച്ച് 4 ഭാഗത്തിൽ ചരിഞ്ഞു പോയി. ഓർമ്മയില്ല? ഞാനന്ന് നീ എന്നെ കാണിച്ചു തലേന്ന് ബോട്ട് പണി ഇങ്ങനെ പോയി. ഒരു ബോട്ട് നേരെ ഓടി പോകുമ്പോ 2 സൈഡും വെള്ളം വെച്ച് അതിന് പോകരുത്. അങ്ങോട്ടെ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് ഞാൻ വന്നപ്പം നേവിയിലെ സീനൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് നേവിയിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടില്ല. അവര് നല്ല വാണിംഗ് വിളിച്ച് പറയും, അവിടെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഉള്ളില് മൊത്തത്തില് ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഈ മഴയൊക്കെ ആകുമ്പോൾ നിങ്ങൾ നല്ല മഴ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ മീൻ പിടിക്കാനൊക്കെ നല്ല കഷ്ടമായിരിക്കുമല്ലോ. നമ്മള് റെയിൻകോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്ലടാ, ഈ ഓഗി വന്നതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓഗി വന്ന് നമ്മളെല്ലാവരും നാട്ടിൽ വന്ന് അതിന്റെ ഒരു ഓഗി കഴിഞ്ഞ ശേഷം
പണിക്ക് പോകാൻ വിളിച്ചപ്പോ നിങ്ങളുടെ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇല്ല, ഓഗി ടൈമില് ഞങ്ങൾ പണിക്ക് പോയിരുന്നു. പോയിരുന്നില്ല. ആ. അതല്ല, ഓഗി ടൈമിൽ പണിക്ക് പോയി ശരിയാണ്. ഓഗി നടന്നിട്ടിരിക്കുന്ന പണിക്ക് പോയി. പണിക്ക് പോയിരുന്നു. നിങ്ങൾ കരപ്പണി ആയതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. ഇല്ല, ഞാൻ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഓഗി ഞങ്ങൾ പണി തീരുന്ന കഥ കയറി അടുത്ത ദിവസമാണ് കാറ്റെടുക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് കിടന്ന ഒരു വെള്ളക്കാർ നാട്ടുവെള്ളക്കാർക്ക് ഒന്നും സംഭവിച്ചില്ല. ഞങ്ങളുടെ കഥ ഞങ്ങളുടെ എന്ത് പറയുക, അടുത്ത വെള്ളക്കാർ അവർക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിരുന്നു. ഞാൻ തൊട്ടടുത്ത് കിടന്നവരൊക്കെ കുഴപ്പമില്ല. അതല്ലടാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഓഗി വന്നു, അതായത് ഓഗിയുടെ ആ ഒരു സീസൺ തീർന്നു, ഒരുപാട് ആൾക്കാർ മരിച്ച് നമ്മളെ ഇവിടുത്തെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് നിങ്ങള് അടുത്ത് പോയില്ലേ? അത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾ എല്ലാവരും നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പണിക്ക് പോകുന്ന ആൾക്കാർ പേടിച്ചിട്ടില്ല? പേടിച്ചിട്ടുള്ളവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗിയില് മരിച്ചവര് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോ അവരുടെ സൗണ്ട് ഒക്കെ ഇതുപോലെ കേൾക്കും. എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെയല്ല, നമ്മള് ബന്ധുക്കൾ മരിച്ചിട്ടുണ്ട്. അവര് ചുമ്മാ കടലിൽ കിടക്കുമ്പോ ചെറിയ കാറ്റുന്ന അവർക്ക് ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുമ്പോ ആ ഒരു ഇതിൽ കയറില്ല. അപ്പൊ ശരിക്കും ഇങ്ങനെ ആൾക്കാർ പേടിക്കില്ലേ ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരൊക്കെ പോകുമ്പോ? പേടിക്കില്ലേ? ഓഗി വന്നതിന് ശേഷം ശരിക്കും ഒരു പണിക്ക് വരാതെ കര അങ്ങനെ പണിയൊക്കെ നോക്കിയിട്ട് പോയിട്ടുള്ളൂ. ഇപ്പോഴും അധികം ആൾക്കാർ ഓഗി വന്നതിന് ശേഷം പണിക്ക് പോകുന്നില്ലല്ലേ? പണി ഇപ്പൊ പഠിക്കുന്ന പിള്ളേരൊക്കെ പണിക്ക് വരുന്നു. ആവശ്യത്തിന് പൈസ എല്ലാം ഉണ്ട്, അസറ്റുകളോടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നവരുണ്ട്. ഇപ്പൊ പഠിച്ചവന്മാരൊക്കെ നിങ്ങൾ പണിക്ക് കൊണ്ടുപോയി. നീ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പഠിച്ചത് എന്നാലും എന്നെ പോലെ ഞാൻ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അത്ര ക്ലോസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വണ്ടത്തിൽ വന്നു കൊണ്ടുപോയി. അല്ലാണ്ട് ഇപ്പൊ ഒരു പഠിച്ച ഒരു ചെക്കൻ കോളേജിൽ പഠിച്ച് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു ചെക്കൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ പണിക്ക് കൊണ്ടുപോകുന്ന ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും അവന് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുപോകില്ല? അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓഗി വന്ന് പോയതിനു ശേഷം ഇതുപോലെ ആരും കൊണ്ടുപോയില്ലല്ലോ പുതിയ ആൾക്കാരെ? പഴയ ആൾക്കാരില്ല കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഇവിടെ ഒന്ന് രണ്ട് പേരുടെ ചോദിച്ചിട്ട് എന്നെ കൊണ്ടുപോയില്ല. പഠിച്ച കുട്ടികളായിട്ട് അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും അങ്ങേര് പറഞ്ഞിട്ട് വേറെ പണിക്ക് പോകാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഫിഷിംഗ് നിനക്ക് മറ്റേ ബോട്ടിൽ പോയപ്പോ എന്തോ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതെന്ത് എന്ത് കടിച്ചിട്ട് വന്നാണ്? അത് ശരിക്കും ബോട്ടിൽ പോകുമ്പോ എല്ലാവരും കിട്ടാവില്ല. അവിടെ അത് മാറാനായിട്ട് എത്ര ദിവസം എടുക്കും? അത് മാറാൻ എനിക്ക് 3 മാസം. 3 മാസമായി. ഇപ്പൊ എനിക്ക് ഇപ്പം കടലിൽ പോയിട്ട് വരുമ്പോൾ വന്നിട്ട് കുളിക്കുമ്പോ ആ ഒരു ചെറിയ അത് ഒരു 3-4 സെക്കൻഡ്. അത് നീ ഇപ്പം ഇങ്ങനെ കൺസൾട്ട് ചെയ്ത് റെഡിയാക്കിയത്? നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചെറിയ ചെക്കന്മാരൊക്കെ പണിക്ക് പോകുന്നില്ല. അപ്പൊ അവരെ അവസ്ഥ എന്തായിരിക്കും ഈ ഒരു ടൈമിൽ? ഒരുപാട് പേര് ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ടല്ലേ ചെറിയ ചെക്കന്മാർ? അവൻ ഇല്ലടാ, എനിക്ക് നേരത്തെ ഉള്ള ഒരു ഡൗട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളല്ല ഈ മോൾഡിംഗ് ബോട്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഇല്ലേ, അവര് പണി എങ്ങനെയായിരിക്കും? വലപ്പണി ഇല്ല, അവര് ബോർഡറിൽ നിൽക്കില്ലല്ലോ? ബോർഡർ കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, ബോർഡറിൽ നിൽക്കും, ബോർഡർ കഴിഞ്ഞിട്ട് പോകും. ഈ ബോർഡർ കഴിഞ്ഞിട്ട് പോകുമ്പം നമുക്ക് മറ്റേ അതായത് അടുത്ത രാജ്യത്തുള്ളവർ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് വാണിംഗ് കിട്ടും. ഇല്ലെങ്കിൽ അവർ പിടിച്ച് കൊണ്ടുപോകും. എന്റെ ചേട്ടനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് എന്തോ ഒരു ചെറിയൊരു ഇതിൽ രക്ഷപ്പെട്ടു. ഇന്നലെ രക്ഷപ്പെട്ടു ഞാൻ ചോദിച്ചില്ല. പിന്നെ ഒരു ചെറിയ എന്തോ ഇപ്പോഴും പക്ഷെ ആൾക്കാരൊക്കെ അതിന് പോകുന്നുണ്ടല്ലേ? കാണാതെ പോകുന്നു. അപ്പോ നമ്മളിങ്ങനെ കാണാതെ പോകുമ്പം ഈ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ പോകുന്നവരിങ്ങനെ തിരിച്ചു വരുന്ന കാര്യം ഡൗട്ട് തന്നെയല്ലേ? ഇടയ്ക്ക് തമിഴ്നാട് സൈഡ് ഷൂട്ടോട്ട് വന്നിട്ടുണ്ട്. അത് ഏതാണ് മറ്റേ ശ്രീലങ്ക? കർണാടകയിലെ പ്രശ്നങ്ങൾ ഇടയ്ക്കെന്ന് ഇടയ്ക്കെന്ന് പറയുമ്പോൾ ഒരു വർഷമാവും. 2 വർഷം.
2 വർഷം. അതിനുശേഷം അതാണ് ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ ഫുഡ് ഇങ്ങനെ ബോർഡർ എടുത്ത് കറങ്ങി കിടക്കുന്നില്ല അവിടെ പ്രശ്നമൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളെ നാട്ടിൽ പോയ കുറച്ച് വാണിംഗ് ഇവിടെ വിളിച്ചിട്ടുള്ള നമ്മൾ അന്നൊരു സെക്കൻഡ് അടുത്ത് സംസാരിച്ചപ്പോൾ അവർ ഇറാഖിന്റെ സൈഡ് അവർ പണിക്ക് പോകുന്നില്ല. അതെങ്ങനെ അവർ പോയി വരുന്നത്? അത് അല്ലടാ, കാണാതെ പോകുന്നത് ഓക്കെ. ഇപ്പം നമ്മൾ കാണാതെ പോകുന്നു, അപ്പൊ നമ്മള് നൈറ്റ് പണി ചെയ്യില്ല, പകലിന് പണി ചെയ്യും. അപ്പൊ ഈ പകലിൽ നമ്മൾ മീന് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പണി നടക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും കണ്ടായിരിക്കും കണ്ട പ്രശ്നമൊന്നും വാണിംഗ് പറയും. വാണിങ് ചിലപ്പോ വാണിങ് ഇപ്പൊ ഒരിക്കൽ വാണിംഗ് കൊടുക്കുന്നു ഓക്കെ, പക്ഷെ എന്നാൽ നമ്മളിങ്ങനെ ഓടി വന്ന് പിന്നെ തിരിച്ചു പോകുന്നു, അവർ നമ്മളെ കണ്ടുവെച്ച്. അപ്പം ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ ആൾക്കാർ ഇതുപോലെ പോകുന്നുണ്ടല്ലോ. അപ്പം ഇതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അങ്ങനെ പിടിച്ചാൽ എന്ത് ചെയ്യും? പിടിച്ച ചിലപ്പോ ശിക്ഷ കൊടുക്കും. അത് എങ്ങനെ അറിയത്തില്ല. പക്ഷെ തെറ്റല്ലേ ഇങ്ങനെ പോകുന്നത്? തെറ്റാണ്. അവിടെ ഫയർ ചെയ്താലും ചോദിക്കാൻ ചോദിക്കുകയാണെങ്കിൽ കാര്യം നമ്മൾ അതിർത്തി കഴിഞ്ഞിരിക്കുന്നു. അവരെ ബോർഡ് ചെയ്ത് പാകിസ്ഥാൻ പാട്ടിൽ പോയവര് അവര് ആൾക്കാരെ വെട്ടി പാകിസ്ഥാൻ ബോർഡ് നമ്മൾ എവിടെ നിന്ന് പോകുന്നില്ല. അവരെ ആളെ വെട്ടിയിട്ട് സ്റ്റോർ ആക്കിയിട്ട് മുളക് പൊടി തട്ടിയിട്ട് അങ്ങനെ പോയിരുന്നു. ഇഞ്ചിനെ കുറിച്ച് അറിയാൻ ആളുണ്ടായിരുന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വന്നത് അവരെങ്ങനെ അത് പ്രശ്നമായില്ല, വലിയ വിഷയമായില്ല. ഞാൻ അറിഞ്ഞിട്ടാണ് പിള്ളേരൊന്നും അറിയത്തില്ല. ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ വളർത്തിനാ വന്നത്. ചെറിയ അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 പേർക്ക് ആ ബോട്ടിന് 3-4 ഉണ്ടായിരുന്നു. ഇടിച്ച് തള്ളിയിട്ടിട്ട് ബോട്ടിന് കയറി ഇറക്കി. അവരെല്ലാം മരിച്ചു. അതൊക്കെ ഒരു ഓടിക്കുന്നു. ഓ അങ്ങനെ അയാൾ മാത്രമേ രക്ഷപ്പെട്ടു? ഇല്ല, ബോട്ടിലെല്ലാം രക്ഷപ്പെട്ടു. എട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓ അങ്ങനെ മെഡിസിനെ എല്ലാം നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ ആരും മരിച്ചിട്ടില്ല. അത് സത്യമൊന്നും അറിയത്തില്ല. കടലിനടുത്തൊക്കെ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കടലിന്റെ അകത്തുനിന്ന് ആൾക്കാർ ഈ ആമയൊക്കെ ഇപ്പം പണ്ട് ഞാൻ ചെറുതിലൊക്കെ എന്ന് പറയുമ്പോൾ ആമയുടെ കരയിൽ കൊണ്ടുവരുന്നത് ഇപ്പൊ ആരും കൊണ്ടുവരുന്നില്ല. ഒരു പ്രശ്നമില്ല. ഞാൻ പണ്ട് എനിക്കിപ്പോ ഇപ്പോഴെനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ നടന്ന് ചന്തയിൽ പോകുന്ന നേരത്തെ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ആമയെ അവിടെ എത്തിക്കുന്നത് എളുപ്പം. അതൊരു 2003 ആ സമയത്ത് ഇപ്പൊ ആരും അമ്മച്ചി നമ്മളെ കളപ്പത്തിൽ അമ്മ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ആരും ചെയ്യുന്നില്ല. ഇപ്പൊ ചെയ്ത അപ്പ പിടിക്കും, സ്പോട്ടിന് പിടിക്കുന്നു. കടലിന്റെ അകത്ത് ഇത് എല്ലാ പ്രശ്നങ്ങളും നടന്നിട്ടാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ഓരോന്നോ ജോലിയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങള് ബൈക്ക് ഇനി അടുത്തേക്ക് എന്ന് പോകുന്നു? കഴിഞ്ഞ് പോകുന്നു പറഞ്ഞു. അത് കറക്റ്റായിട്ട് കാണുന്നില്ല. ഇത് എത്ര ദിവസം നിങ്ങളവിടെ പണി പോവാണെങ്കിൽ? ഞങ്ങള് ഇപ്പൊ അതായത് ഈസ്റ്റർ കഴിഞ്ഞിട്ടല്ല, നമ്മളിപ്പം അടുത്ത് ഓട്ടം പോകുമല്ലോ. അതായത് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് അടുത്ത് പോവാണെങ്കിൽ അടുത്ത് എത്ര ദിവസം കഴിഞ്ഞ് പണി? എത്ര ദിവസം പണി ഉണ്ടാവും? പണി അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. മാക്സിമം 6 ദിവസം. ഇപ്പം ബോട്ടിൽ പണി നടക്കുന്നുണ്ടല്ലോ. ബോട്ടിൽ പണി നടക്കുന്നു. അപ്പൊ നമ്മളിതുപോലെ പോയിട്ട് മീൻ കൊണ്ടുവരുമ്പോ മീൻ വരും? ഇല്ല, മീൻ വില കൊണ്ട് അവര് ഞങ്ങളുടെ മീൻ ഇപ്പൊ അവർ കഴിക്കുന്നു. നമ്മളെ സെയിം മീൻ പിടിച്ചു കൊണ്ടുവരും. അതാണ് ഞാൻ ചോദിച്ചത്. ഇതുപോലെ തിരിച്ച് വീണ്ടും അവര് കഴിഞ്ഞ പ്രാവശ്യം അവരിൽ നമുക്ക് വില കിട്ടാതെ തിരിച്ച് വീണ്ടും നമ്മൾ ഇതുപോലെ മീൻ പിടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ വില ഉണ്ടാവും. അവര് വില കിട്ടില്ലല്ലോ മീനില്ല. പക്ഷെ മാർക്കറ്റിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സെയിം വില എല്ലാവരും വിൽക്കുന്ന വില അവർക്ക് ഡൗണായിട്ട് കണക്കെല്ലാം ഒന്നുമില്ല. കർഷകന് മത്സ്യത്തൊഴിലാളിക്ക് ഏകദേശം ഒന്നുമില്ല. അധ്വാനിച്ച് ഉണ്ടാക്കുന്നതിനൊന്നുമില്ല. മിഡിൽ മാൻ കഴിഞ്ഞ് അപ്പുറത്ത് പോകുമ്പോൾ ഡബിൾ റേറ്റ് ആയിരിക്കും. വേറെ ഇനിയിപ്പോ വിശേഷം നിങ്ങൾ ഇനിയിപ്പോ പോയിട്ട് അടുത്ത് ഈസ്റ്റർ നോക്കില്ല. അപ്പൊ നിങ്ങൾ ഈ കറുത്ത ഭാവം എന്നൊക്കെ പറയില്ല, അതൊന്നും സംഭവം? അത് അത് എത്ര ദിവസം ഉണ്ടാവും? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ കടല് കളയുമ്പോൾ? മനസ്സിലാവില്ലേ? ആ ടൈം ആകുമ്പോൾ നിങ്ങൾ കരയിൽ വന്നിട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് പോകും. അപ്പോ ഗൈസ് നമ്മള് ശരിക്കും ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചില്ല. ഞാൻ പറഞ്ഞ കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവരൊപ്പം പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച ചെയ്തില്ല നമ്മള് പണി. ഒരാഴ്ച പണി ചെയ്ത് എന്റെ അവസ്ഥ പിന്നെ പറയണ്ട.
ആദ്യ ദിവസം കുഴപ്പമില്ലായിരുന്നു, പണിക്ക് ഓടി ഉള്ളിൽ ചെന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ നീറ്റായിരുന്നു. പിന്നെ രണ്ടാം ദിവസം മോനെ ഓടിപ്പോ നല്ല കാറ്റും കടലും ഭയങ്കര വൻ സീനൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ രാവിലെ ഒരു 10-10:30 ആകുമ്പോ എന്തോ ഞാൻ ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ച് ഈ നാളെയാണെങ്കിൽ എന്നെ ഇരിക്കാൻ വിടയ്ക്ക് ഒന്ന്, അതായത് ഛർദ്ദിച്ച് പോകുമ്പോ നമ്മളെ ബോഡി ടയേർഡ് ആവുമല്ലോ, നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാവുള്ളൂ. ഈ നാളെ ഒന്ന് എണീക്കണം എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് സീനൊക്കെ. അതിനാണ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒട്ടുമയ്യാണ്. ശരിക്കും ഞാൻ പുറകില് എഞ്ചിന്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ആദ്യം ഛർദ്ദിച്ചത്. ഛർദ്ദിച്ചിട്ട് ഫ്രണ്ടിലിരുന്ന് ആരും കണ്ടില്ല. നമ്മള് ഒരു 6 പേര് പണിക്ക് വരുന്നു. 6 പേര് പണിക്ക് പോയി, ഞങ്ങള് രണ്ടിനും ബാക്കിൽ. നമ്മുടെ അത് ക്യാപ്റ്റൻ അടിച്ചുകൊണ്ട് എഞ്ചിൻ ഓടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പുറകിലിരുന്നിട്ട് ഞാൻ ഛർദ്ദിച്ചു. കാര്യം നമ്മള് വൈകിട്ട് 4:30 വല വിട്ടില്ല. 4:30 വല വിട്ട് കഴിഞ്ഞാൽ വിടുമ്പോ നമുക്ക് ഒരു 3 മണിക്കൂറിൽ ആ പരിപാടിയും തീർന്നു കിട്ടും. ഒരു 7 മണി 7:30 ആകുമ്പോൾ തന്നെ വല കംപ്ലീറ്റ് നമ്മൾ വിട്ട് ചെയ്തു. 4:30 തുടങ്ങി 7:30 വിട്ട് തീർന്നിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ കുക്കിങ്ങിലോട്ട് പോകും. ഫുള്ള് കട്ട് ചെയ്ത് ആ ഒരു സീനായിരുന്നു. ഫസ്റ്റ് ദിവസം എനിക്ക് ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ഇതുപോലെ രാവിലെ വെളുപ്പിന് നമ്മൾ വല വലിച്ചു കയറ്റും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പോയത് കൊണ്ട് നമ്മളെ പണി ചെയ്യാൻ വിടില്ല, നോക്കി പഠിക്കാനേ വിടും. എല്ലാ വെള്ളത്തിലും അങ്ങനെ ചെയ്ത് വിടും, അവര് നോക്കി പഠിക്കാൻ തന്നെ വിടില്ല. പിന്നെ ഞാൻ അങ്ങനെ നോക്കി നിന്ന്. കാര്യം നമുക്ക് ഫസ്റ്റ് പോകുമ്പോ തന്നെ അതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലുറക്കില്ല. കാലൊക്കെ എനിക്ക് 6 ദിവസം നിന്നിട്ടും കാലുറച്ചില്ല. മൊത്തത്തിൽ കാലുറച്ചിട്ടേ ഇല്ല. ഞാൻ വെള്ളം കവർന്നിട്ട് ഞാൻ മറ്റേ കയറൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. മേലൊരു നമുക്ക് പണ്ട് വെള്ളത്തിൽ ആ കയറുന്നില്ലായിരുന്നില്ലേ. ഇപ്പം കയറൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് മാനേജ് ചെയ്യും കേട്ടോ. കയറൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ അത്യാവശ്യത്തിന് പിടിച്ച് മാനേജ് ആക്കി. ഇവർ അച്ഛൻ വിളിച്ചിട്ട് കൊണ്ട് തരുമോ കയറുണ്ട് വിട്ട് കിടക്കണ കാലിറക്കി. അയ്യോ അത് ഒരു കോമഡി. എന്നിട്ട് അതിന്റെ നെക്സ്റ്റ് ഡേ ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ ഒരു എഞ്ചിന് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോ, അതായത് നമ്മള് ഒരാൾ എഞ്ചിന് പണി ചെയ്യണമല്ല, വണ്ടി ഓടിക്കുന്നത് പോലെ എഞ്ചിനിരിക്കണം. ഞാൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നല്ല കാറ്റായിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട്, കാര്യം ഞാൻ ഇവിടെ നിന്ന് പണിക്ക് പോകുമ്പോ തന്നെ ഇവിടെ നിന്ന് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. കംപ്ലീറ്റ് ഒരാഴ്ചത്തെ സാധനങ്ങൾ കൊണ്ടുപോകും. പ്ലസ് നമുക്ക് കഴിക്കാനായിട്ട് ബേക്കറി സാധനങ്ങൾ മേടിക്കും. ബേക്കറി സാധനങ്ങൾ മനസ്സിലായില്ലേ, സ്നാക്സും കാര്യങ്ങളും മേടിക്കും. അപ്പൊ ഞാൻ രണ്ടാമത് ദിവസം രാവിലെ നമ്മളെ കേക്ക് ഉണ്ട്, കേക്കും കഴിച്ച് ഹോർലിക്സ് ചായയും ഹോർലിക്സ് മുടിച്ചിട്ടാണ് ഞാൻ നേരെ ബാങ്കിൽ പോയിരിക്കുന്നത്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ടേസ്റ്റ് എന്തെന്നറിയില്ല, ആ ഒരു ടേസ്റ്റ് നാട്ടിൽ നിൽക്കുന്നു. ജസ്റ്റ് ഒന്ന് അങ്ങ് ഛർദ്ദിച്ച് സൈഡ് നോക്കി തിരിഞ്ഞിരുന്ന് ഛർദ്ദിച്ചു. ഫ്രണ്ടിന് പണിയൊന്നും ആരും കണ്ടില്ല. അത് അവരവിടെ ഈ കാര്യം വല വലിച്ച് കയറ്റുമ്പോ തന്നെ ഇടാനായിട്ട് 3 മണിക്കൂറെങ്കിൽ കയറ്റാനായിട്ട് ഒരു 5-5.5 മണിക്കൂർ എടുക്കും വല വലിച്ച് കയറ്റാൻ. കാര്യം ഞങ്ങൾ പോയ സമയത്ത് പണിയില്ലായിരുന്നു. ഒരാഴ്ചയും പണിയില്ല. നമ്മൾ പോയിട്ട് ആദ്യം കിട്ടിയത് 2 കേരയില്ലേ, വെറും 2 മീന് ഒരു 3 മണിക്കൂർ ഒരു വള്ളം നിറഞ്ഞ്. പിന്നെ എന്താ കിട്ടിയത്? ചൂര കിട്ടിയില്ല, ചൂര. ഞങ്ങള് ഈ 3 മണിക്കൂർ വള്ളത്തിലുള്ള വലയെല്ലാം ഇട്ടിട്ട് രാവിലെ എത്ര മണിക്കാണ് നമ്മൾ വലിച്ചത്? ഇത് വല വലിച്ച് കയറ്റുന്ന എത്ര മണിക്ക് തുടങ്ങി? രാവിലെ 2:00 തുടങ്ങിയില്ലേ? ഈ ഒരു ടൈമേ കിട്ടും കേട്ടോ. അതായത് 4:30 നമ്മൾ വല ഇടുന്നു, 4:30 വല 7 മണിക്ക് തീരുന്നു. 7 മണിക്ക് തീരും. അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്ത് കഴിച്ചു തീരുമ്പോഴേക്കും ഒരു 8 മണി, കറക്റ്റ് 1 മണിക്കൂർ പെട്ടെന്നാവും. കാര്യം നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരാൾ കുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെറിയൊരു സെറ്റപ്പിലൊക്കെ കുക്ക് ചെയ്യും. കുക്ക് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ടൈമാണ് കുക്ക് ചെയ്യുന്ന. പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് 8:30 മുതൽ ചെറിയൊരു പ്രയറൊക്കെ ചെയ്തിട്ട് വെള്ളത്തിൽ പോകുന്ന എല്ലാ വെള്ളത്തിലും ഇട്ടെന്നറിയില്ല, ഞങ്ങളുടെ വീട്ടിൽ പ്രയറൊക്കെ ഉണ്ടായിരുന്നു. അതായത് കൂട്ടത്തോടെ ഇരുന്നിട്ടില്ല, അവരൊരു ഒറ്റയ്ക്ക് പ്രയർ ചെയ്തിട്ട് കിടക്കുമ്പം ഒരു 8:30 അടുപ്പിച്ച് ഞങ്ങൾ കിടക്കും. കിടന്നിട്ട് എണീക്കുന്നത് ഒരു 2:30 ആവുമ്പം 2:30-3 മണിക്ക് എണീക്കും. എണീറ്റിട്ട് 3:30 ആകുമ്പോ അവനെ വലിക്കും. അത് രാവിലെ തന്നെ ഞാൻ വന്നപ്പോ ഒരു 3-3:30 ആ ഒരു ടൈമിൽ തന്നെ വല വലിച്ചു തുടങ്ങി. വല വലിച്ച് കയറ്റുമ്പം എങ്ങനെ നോക്കിയാലും ഒരു 5:30-6 മണിക്കൂർ എടുക്കും. 5:30-6 മണിക്കൂർ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഒന്ന് നേരം വെളുത്ത് ഒന്ന് റെഡിയായി വരും. പിന്നെ എല്ലാം വലിച്ചു കയറ്റി മീനൊക്കെ ഒന്ന് ഐസിട്ട് ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചാണ്. നമുക്ക് യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച ആ ഒരു ടൈം കിട്ടില്ല. പിന്നെ അത് ഇട്ടുകളഞ്ഞു. ഞാൻ നോക്കട്ടെ വീഡിയോ ഫോണിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യാം. ആ വലിച്ചു കയറ്റി അതൊന്ന് ഐസൊക്കെ ഇട്ട് ആ ഫ്രീസറിനകത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഇവരൊക്കെ എന്തെങ്കിലും പറയും. ഇവര് നെക്സ്റ്റ് ചായയുടെ ഒരു പരിപാടി.
ചായ ഇടണം. ചായ ഇടുന്ന ഈ ഒരു സമയത്താണ് ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, അതായത് വന്നതല്ലേ ഒരു കേക്ക് മേടിക്കാൻ പോയിട്ട് കേക്ക് എടുത്ത് കഴിച്ച് ചായ ചായയല്ല കേട്ടോ, രാവിലെ ഹോർലിക്സ്, വൈകിട്ട് ചായ. ഇതാണ് വെള്ളത്തിന്റെ പ്രത്യേകത. രാവിലെ പണി കഴിയുമ്പോ ഹോർലിക്സ് കുടിക്കാം, പണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കാം. പിന്നെ ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞതിൽ ഇത് ഇത്ര സമയം ഒരു വെള്ളത്തിന് കംപ്ലീറ്റ് വലയിൽ ഇട്ടിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ വെറുതെ 2 ചൂര. അപ്പൊ ഒരു അവസരം ആലോചിക്കണം. സ്റ്റാർട്ടിങ് മീനൊക്കെ കിട്ടുമ്പോൾ പോയിട്ട് മീനൊക്കെ കിട്ടി എല്ലാവരും അടിപൊളി വൻ സെറ്റപ്പാന്മാർ അങ്ങനെയൊക്കെ ഒരു വൻ സംഭവത്തിൽ ഞാൻ ഇവിടെ നിന്ന് കയറി പോയതാണ്. വലയിട്ട് കിട്ടിയത് 2 ചൂരാണ്. ആ ചൂര ഞങ്ങൾ എന്തെന്ന് അറിയും, ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ എടുത്ത് കറിക്കെടുത്ത് ഞങ്ങൾ കറി വെക്കലുണ്ട്, പൊരിക്കലുണ്ട് കേട്ടോ. ഫ്രൈയും ചെയ്യും, കറി വെക്കുകയും ചെയ്യും. അന്ന് ഞങ്ങൾ കറിക്കെടുക്കും. പിന്നെ അതിന്റെ അടുത്ത ദിവസവും ഇതുപോലെ തന്നെ മീൻ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ചെറിയ മീനെ കിട്ടിയിട്ടില്ല. ഇതുപോലെ 4-5 ചൂര് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ ഫുള്ള് പോകുന്നത് കറക്കാണ്. വേറെ പുറത്ത് നമ്മൾ കൊടുക്കാൻ കിട്ടില്ല. കാര്യം ഒരാഴ്ച മീൻ വെച്ചിരുന്നാൽ ഇല്ലാതായിരുന്നു, കറക്കെടുക്കും. പിന്നെ ചെറിയ ചെറിയ മീനുകൾ വലയ്ക്കുകയാണെങ്കിൽ